കാറിന്റെ ശബ്ദമാണല്ലോ. ഇവിടെ നിൽക്കായിരുന്ന ഞാനിത് എവിടെയെല്ലാം തിരക്കി. കുഴപ്പമായി, ആകെ കുഴപ്പമായി. എന്താ നാട്ടിലുള്ള അമ്മാവനും അമ്മായും വന്നിട്ടുണ്ട്. അവർക്ക് കാശിക്ക് പോയെന്നാണല്ലോ അമ്മ എഴുതിയിരുന്നത്. തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞുള്ള മടക്കത്തിലാണ് ഇങ്ങോട്ട് വന്നത്. അമ്മ കൊടുത്ത കൊണ്ടാട്ട അച്ചാറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഒന്നിന് പുറകെ വേറൊന്ന് ഒഴിയാബാധ പോലെ. എന്ത്? അവരവിടെ കണ്ടോടാ. കണ്ട്. എന്നിട്ട് എന്നോട് ഇവളാരാണെന്നൊക്കെ എന്ന് നീ പറഞ്ഞു. ഞാൻ പറഞ്ഞത് പേര് മഹാലക്ഷ്മിയാണ്. സാറിന്റെ ഭാര്യയല്ല, ഭാര്യയല്ല, ആരുമല്ല. ഒരു ആപത്ത് വിട്ടപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ടുവന്നാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ മാറ്റി പറയാം. പക്ഷെ ഞാൻ പറഞ്ഞൊന്നും അവർക്ക് വിശ്വാസമായിട്ടില്ല കേട്ടാ. എങ്ങനെ വിശ്വസിക്കും? സ്ത്രീകൾ ആപത്തുപ്പെടുമ്പോ രക്ഷിക്കാൻ നീ ആര്? ഭഗവാൻ ശ്രീകൃഷ്ണനാ? അല്പം കൂടി വിശ്വസിക്കാവുന്ന തരത്തിലുള്ള കഥ ഉണ്ടാക്കാമായിരുന്നില്ലേ നിനക്ക്? 10-30 കൊല്ലായി ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. എന്നെ അങ്ങനെ വേറൊരു മണ്ടനാക്കല്ലേ മോനെ. നാത്തു മോനെ കല്യാണം കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുമ്പോ വിമാനം പറക്കട്ടെ, മേടം വരട്ടെ, ചിങ്ങം കഴിട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒഴിഞ്ഞു മാറിയത് എന്തിനാണെന്നേ ഇപ്പൊ അമ്മാവന് മനസ്സിലായാ? എത്ര പ്രാവശ്യം ഞാനും അവള് ഇവനോട് ചോദിച്ചതാ, മനസ്സിലാരെങ്കിലും ഉണ്ടോന്ന്. അന്നൊക്കെ അമ്മ നിശ്ചയിക്കുന്ന പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കൂന്നായിരുന്നല്ലോ പറഞ്ഞത്. എന്നിട്ട് എന്തായി? ഇങ്ങനെയൊന്നും മനസ്സിലുള്ള കാര്യം നമ്മളോട് പറഞ്ഞാ പോരായിരുന്നോ? ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കില്ലേ നാത്തുവിനെ കൊണ്ട്? അമ്മാവനും അമ്മായി എന്ത് മനസ്സിലാക്കിയിട്ടായി പറഞ്ഞു കൂട്ടുന്നത്? ഈ പെണ്ണിനെ പറ്റി ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യ. വിശ്വാസമല്ലേ? അവളോട് ചോദിച്ചു നോക്ക്. നീ ഒന്നും പറയണ്ട, വെറുതെ കള്ളം പറഞ്ഞിട്ട് എന്തിനാ പാവം വലിച്ചു കൂട്ടുന്നത്? ജീരകവെള്ളം ഞാൻ അങ്ങോട്ട് കൊടുക്ക, നിന്ന് വേർക്കുന്നുണ്ടില്ലേ വെള്ളം. ഞാൻ എന്ത് ചെയ്ത്? ഇതാപ്പ നന്നായത്. അങ്ങാടി തോറ്റേന് അമ്മോടൊന്ന് പറഞ്ഞ കണക്ക്. ആ പറ്റേ, ഇന്നലെ അമ്മായി പറഞ്ഞൊന്നും നീ കാര്യാക്കരുത് കേട്ടാ. എത്രയും പെട്ടെന്ന് നിന്നെയും കൊണ്ട് നാട്ടിലേക്ക് വരാൻ ഞാൻ അവനോട് പറയാം. ഇങ്ങോട്ട് വരുമ്പോ ഈ പെട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ വിചാരിക്കാൻ പാടില്ല, അമ്മാവനാണ്. ഇത് പുറകിലേക്ക് വെച്ചോളൂ. ഓ, മുമ്പിൽ വെക്കാൻ പറ്റൂലല്ലോ, ബോണറ്റല്ലേ. ആ, ഏതായാലും നടക്കണ്ടൊക്കെ നടന്നു കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും വേഗം നീ അവളെയും കൊണ്ട് നാട്ടിലേക്ക് വരിക. നിന്റെ അമ്മയെ ഞങ്ങൾ എങ്ങനെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. അമ്മ എന്ത് മനസ്സിലാക്കട്ടെ പറയുന്നേ? വെറുതെ നീ ഇരുട്ടോണ്ടോ ഓട്ടോ അടയ്ക്കാൻ നോക്കണ്ട. മനസ്സിലാക്കണ്ടോ ഒക്കെ ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെ എന്തെടുക്കുക? സമയായി. ആ, ഞാനേ വന്നു. മോനെ, ട്രെയിനിന് സമയം. വേവാ. അമ്മായി പറഞ്ഞിട്ട് പോയി കേട്ടില്ലേ? മനസ്സിലാക്കേണ്ടതൊക്കെ അവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതുവരെ ഇവിടെ അറിയുള്ളൂ, ഇനിയിപ്പോ നാട്ടിലും. തൃപ്തിയായില്ല നിനക്ക്? പലവട്ടം വിവാഹം കഴിക്കാൻ അമ്മ നിർബന്ധിച്ചിട്ട് ഒഴിഞ്ഞു മാറിയതാ ഞാൻ. എയർഫോഴ്സും റിസർച്ചും മാത്രമായിരുന്നു മനസ്സിലാകെ. അവസാനം അമ്മയുടെ നിർബന്ധം സഹിക്കാതായപ്പോ അമ്മ നിശ്ചയിക്കുന്ന ഏത് പെണ്ണെയും വിവാഹം കഴിച്ചോളാന്ന് ഞാൻ വാക്കും കൊടുത്തു. പുക കണ്ടാലേ ആളിക്കത്തുന്ന തീയാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തില എന്റെ അമ്മ. ഇവിടെ കണ്ടത് ഇരട്ടിയാക്കിയുള്ള അമ്മയുടെ വിവരണം കൂടെ കേൾക്കുമ്പോ ഞാൻ നിന്നോട് എന്ത് അപരാധം ചെയ്തു ഈ ശിക്ഷ അനുഭവിക്കാൻ? ആ, സാറ് വരുന്നു. സർ, എനിക്ക് സ്നേഹം നൽകിയവർക്കൊക്കെ ദുഃഖമേ ഞാൻ തിരിച്ചു നൽകിയിട്ടുള്ളൂ. ഞാൻ കാരണം അങ്ങയുടെ സ്വസ്ഥത നശിച്ചു. ഏറെ അപമാനം സഹിക്കേണ്ടി വന്നു. ഇനിയും അങ്ങയ്ക്കൊരു ഭാരമായി തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. ഇത്രയും നാൾ എന്നോട് കാണിച്ച അനുകമ്പയ്ക്ക് നന്ദി. ഞാൻ വിട പറയുന്നു. ലക്ഷ്മി.
എവിടെ ഇറങ്ങടി तुमको दिया हुआ मोहलत खत्म हो गया। रेड अलर्ट के पेपर्स कहाँ हैं? माफ करना, मुझसे ये काम नहीं हो सकता. പിന്നെ നിന്നെ എന്തിനാടി അവന്റെ അടുത്ത് അയച്ചത്? സുഖിച്ച് താമസിക്കാനാ? എന്നെ കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. സാധിക്കണം, അല്ലെങ്കിൽ നിനക്ക് നിന്റെ കുഞ്ഞിനെ മറക്കേണ്ടി വരും. എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം, പ്ലീസ്. जावेद, बच्ची को दिखाओ. നിനക്ക് 10 ദിവസം കൂടി സമയം തരുന്നു. അതിനുള്ളിൽ നിന്നെ ഏൽപ്പിച്ച ജോലി നീ തീർത്തില്ലെങ്കിൽ എന്നേക്കുമായി കുഞ്ഞിനെ മറന്നോ. അയാളോടൊപ്പം നിന്ന് ഞങ്ങളെ ഒറ്റുകൊടുക്കാമെന്ന് ചിന്തിച്ചാൽ പോലും നിന്റെ കുഞ്ഞിനെ നീ പിന്നെ കണി കാണില്ലെന്ന് ഓർപ്പിച്ചോ. സാറേ, സാറേ, ആ ഇവിടെ ഇരിക്കുന്ന ചേച്ചി അവിടെ ഒന്നും ചെന്നിട്ടില്ല. അതുപോലെ ഭയങ്കരമായിട്ടല്ലേ വഴക്ക് പറഞ്ഞത്. അതിന്റെ വിഷമം കാണും. എന്റെ ദൈവം ഇനി വല്ല കടുങ്ങയും കാണിക്കുന്ന എന്റെ പേടി. എന്തായാലും നേരെ എത്രയല്ലേ ആയുള്ളൂ. നമുക്ക് ടൗണിലേക്ക് ഒന്ന് പോയി നോക്കിയല്ല. റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് ഞാൻ നോക്കാം. സാറ് എന്ന് ഒന്നും മിണ്ടാതെ പോവാണ്. സാറിനൊന്നും ഇല്ലായിരിക്കും, പക്ഷെ എനിക്കെന്റെ സ്വന്തം പെങ്ങളെ പോലെയാ. ലക്ഷ്മി, നീ എന്തായി കാണിച്ചത്? ഊരും ഭാഷയൊന്നും അറിയാത്ത നീ ഇവിടെ എന്ത് ചെയ്യാൻ? എല്ലാരും കൂടെ ഒരു മനുഷ്യനിട്ട് വട്ടുപിടിപ്പിച്ച ഞാൻ എന്ത് ചെയ്യും? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാനതിൽ പറഞ്ഞെന്ന് വെച്ച് വീട്ടിൽ നിന്ന് ആരും വരാത്തതിൽ ദുഃഖമൊന്നും വേണ്ട. വരുന്നില്ലെങ്കിൽ വേണ്ട. വാ, നമുക്ക് പോവാം. പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ പൈസ വേണം. കഴിഞ്ഞ ദിവസമല്ലേ നീ 100 രൂപ വാങ്ങിച്ചത്? രൂപയ്ക്കൊക്കെ ഇപ്പൊ പഴയ പോലെ വില ഇരിക്കുന്ന. 100 രൂപ എന്നൊക്കെ പറഞ്ഞാൽ 10 രൂപയ്ക്കല്ലേ ഉള്ളൂ. അതല്ലേ ഇപ്പൊ ഇവിടെ ആളുടെ എണ്ണം കൂടിയില്ലേ? ഇതിലിത്ര ആലോചിക്കാൻ തിരിക്കുന്നത്. കാശെടുത്താറേ 200. ആ ലക്ഷ്മിക്ക് വല്ലതും വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുത്തേക്ക്. അതിനെന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. അവള് ചോദിക്കുവോ? നീ അങ്ങോട്ടല്ലേ ചോദിക്കേണ്ട വല്ലതും വേണമെന്ന്? ഇനി ഞാൻ എപ്പോഴും ചോദിക്കാം, വല്ലതും വേണോ വല്ലതും വേണോ. എപ്പോഴും ചോദിക്കണ്ട. എന്നാ വല്ലപ്പോഴും ചോദിക്കാം, വല്ലതും വേണോന്ന്.